നിമിഷപ്രിയ വിഷയത്തിൽ ഏറ്റവും ആദ്യം അവർ വിലപിച്ചുകൊണ്ടിരുന്നത് അബ്ദുൾ റഹീമിന് വേണ്ടി സൗദി അറേബ്യയിൽ ജയിലിൽ പോയ ആളുകൾക്ക് വേണ്ടി 36 കോടി പിരിക്കാൻ കേരളത്തിലെ സമൂഹമുണ്ട്, പക്ഷേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കരയാൻ ആളില്ല, ഒരു പോലും പിരിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ പിന്നീട് നമുക്കെല്ലാം അറിയാം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെടുകയും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്തതോടുകൂടി ഇവരെല്ലാം തന്നെ പരിഭ്രാന്തിയിലാവുകയും യഥാർത്ഥത്തിൽ നിമിഷപ്രിയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയതാണ്, അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ വാദിക്കേണ്ടതില്ല, അങ്ങനെ വാദിച്ച് ഒരു പൊതുമനസ്സ് അവരെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ബോധത്തിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഫ്റ്റായിട്ടും ചിലരൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വിദേശത്ത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അവർ അന്വേഷിക്കട്ടെ. പക്ഷേ ഈ നിമിഷപ്രിയയെ വെറുതെ വിടണം എന്നുള്ളതല്ല ഇവരുടെ ആഗ്രഹമുണ്ടായിരുന്നത്, കാന്തപുരത്തെ അന്വേഷിച്ച് പിടികൂടുക എന്നുള്ളതും ഇവരുടെ ആവശ്യമൊന്നുമല്ല. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സമൂഹത്തിൽ വിഭജനവും വർഗീയതയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്ത് കിട്ടും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.